ആടെ ശരിയായിട്ടൊക്കെ പണിയെടുക്കാണ്ട് നിൽക്കുന്ന ഇന്ന് നാട്ടിൽ നബിദിന പരിപാടിയാണ്. ഇപ്പോൾ രാവിലെ തന്നെ നബിദിന റാലി കാര്യങ്ങളിൽ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് കുട്ടികളുടെ കലാപരിപാടികൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിനിടയിലുള്ള ഒരു ബ്രേക്ക് ടൈമാണ്. സ്ഥലം പയ്യോളി കാഞ്ഞിരൂർ റിഫൈ മസ്ജിദ്. ചോറ് പാക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്കത് പോയി നോക്കാം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കണ്ടറിയാം. എല്ലാവരും ചോറ് പണിയില്ല. ഈ ടൈമിൽ നമ്മൾ ഓർക്കുന്ന കുറേ നമ്മുടെ നാടുകളിലെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ യുവാക്കൾ, കുറേ ആൾക്കാർ ഈ പ്രവാസികളായി. അപ്പോൾ അവർക്കെല്ലാം ഉണ്ടാവും ഈ ടൈമിൽ ചോറ് വിളമ്പുന്ന ടൈമിൽ, ഈ പാക്ക് ചെയ്യുന്ന ടൈമിലെല്ലാം ഈ ഒരു സാന്നിധ്യം അവരും കൂടി ആഗ്രഹിക്കുന്നുണ്ടാവും. എന്ത് ചെയ്യാൻ, പ്രവാസ ലോകം അങ്ങനെ ആയിപ്പോയില്ലേ. അവർക്ക് കൊണ്ട് ഇതെല്ലാം കാണാൻ പറ്റും. ഈ ബീഫെല്ലാം കാണുമ്പോൾ എടുത്തിട്ട് ഓരോന്നോരോന്ന് നന്നായിട്ട് എടുത്ത് അടിക്കാൻ തോന്നും. കയ്യോടെ എടുത്തിട്ട് ഓരോ പീസ് സോഫ്റ്റേനും അങ്ങനെ മൊയ്ലൂദിൻ്റെ ചോറ് പാക്ക് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും നല്ല സന്തോഷത്തോടെയാണുള്ളത്. എന്താ വെച്ചാൽ ഈ അതിലുള്ള ആൾക്കാർ 1-2-3 ആൾക്കാർ പണി ഈ നബിദിനം അടുപ്പിച്ചാണ് വന്നത് ഗൾഫിൽ നിന്ന്. അപ്പോൾ അവർക്കെല്ലാം കിട്ടുന്ന ചാൻസ് എന്തായാലും മുതലെടുക്കുമല്ലോ. അപ്പോൾ കല്യാണം ആയിക്കോട്ടെ, അവർക്കെല്ലാം കിട്ടുന്ന ആഘോഷങ്ങളായിക്കോട്ടെ എല്ലാം. അപ്പോൾ ഈ ഒപ്പോൾ ഗൾഫിലുള്ള പ്രവാസികളെ നമ്മൾ ഓർക്കുന്നു. ആര് ബേക്കുള്ള മുനീറ ഉണ്ടാക്കുന്നത്? എല്ലാവരും ഓരോ തിരക്കിലാണ്. മസാല കോഴി ഇടുന്നു, ചോറ് നടക്കുന്നു, പേപ്പറോടിക്കിട്ട് ബേക്ക് ചെയ്ത് വെക്കുന്നു, ബേക്ക് എടുത്താടെ മാറ്റി വെക്കുന്നു. ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടികളാണ് കൊടുത്തത്. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ, പല നാടുകളിൽ, എല്ലാ നാടുകളിലും ഉണ്ടാവും ഇങ്ങനത്തെ ഓരോ പരിപാടികൾ വരുമ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ, എല്ലാവരും ഐക്യത്തോടെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ അടിപൊളിയായിരുന്നു. ഇനിയും ആൾക്കാരുണ്ട്. ഓരോരുത്തർ ഓരോ ഭാഗത്തേക്ക്, ഓരോ ഓട്ടത്തിൽ, ഓരോ ആവശ്യത്തിന് ഓരോ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പേര് പിന്നെ പ്രവാസികളാണ്. പണിയെടുക്കാണ്ട് നിൽക്കുന്ന ഏത് പാട്ട് വേണ്ടേ? ശരിക്കെല്ലാം ഓക്കെ അല്ലേ? അതൊക്കെ മാസ്കിന്റെ കാണൂല, ആരെ തിരിയില്ലല്ലോ.
മിന്നലേ താഴെ വരൂ. നീ സെൽഫി എടുക്ക. ഇങ്ങനെന്താ ഇവിടെ വെക്കുന്നേ? കയറൂ. കൈയിടല്ലേ, എത്തിയൊന്നും കൈയിടല്ലേ. ഇതെന്താ പറയാനുള്ള സുനേ? എല്ലാരും ഓക്കെ അല്ലേ? എല്ലാം സെറ്റ് അല്ലേ? ആ ബീരപ്പനാ വണ്ടി എടുക്കാതെ? ബീരാ വണ്ടി എടുക്കാതെ? മാഹിന്നാള് ഇതുവരെ ഇവിടെ എടുക്ക ലാൻഡേജ് എടുക്ക. സവാരി നീ തട്ടിയോട് വേറെ കാത്തിരുന്നില്ല. സവാരി പോന്നേറ്റ് ഇത്ര വലിയ കുറെ ദൂരം. പാണിങ് എടുത്തോളൂ. ചോറെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കാം. പാക്ക് ചെയ്ത് കഴിയാനായി. ഇപ്പൊ കൊടുക്കണം. വീരപ്പാ നീ പണിയിലെടുത്ത് റെസ്റ്റ് എടുക്ക. ചൂടായിട്ട് റെസ്റ്റ് എടുക്ക. എല്ലാ സവാദം ചോറിന് തരുമ്പോ എപ്പാട് കൈയിടല. വെറുതെ അല്ലേ എറിച്ചലും തീർന്നു വന്നേ. കഴിഞ്ഞ പോലെ എറിച്ച് ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞേക്ക്. കഴിഞ്ഞ എറിച്ച് ചെയ്യുന്നില്ല. എല്ലാം സ്വീകരിക്കും. ATM കാർഡ്, ഗൂഗിൾ പേ, GP എല്ലാം. ഈ കാണുന്ന വീഡിയോസ് എല്ലാം നമ്മൾ പിന്നീടാണ് ഓർമ്മിക്കുന്നത്. നമ്മളെല്ലാം പ്രായം വരുമ്പോൾ നമ്മളെ നെക്സ്റ്റ് ജനറേഷൻ അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പറയൂലേ, നമ്മൾ ഈ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് വന്നത്, ഞങ്ങൾ ഇതുപോലെയല്ല ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുക ഇങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ നമ്മളെ കയ്യിൽ വേണ്ടേ. നമ്മളെ ഓർമ്മകളും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാൻ ഇതൊക്കെ എല്ലാം ഒരു മെമ്മറീസ്. അങ്ങനെ പാക്കറ്റുകളെല്ലാം ഏകദേശം ടോക്കൺ ബേസിൽ കൊടുത്തു കഴിഞ്ഞു. എക്സ്ട്രാ വന്നവർക്കും കൊടുത്തു. എല്ലാം സന്തോഷവും നല്ല റാത്തോടുകൂടി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള അവിടെ നിന്ന കുട്ടികൾക്കുള്ള നമ്മൾക്കുള്ള ചോറുകളാണ്. അങ്ങനെ മൊയ്ലൂദിന്റെ
ചോറ് വെച്ചു, ബാക്കി എല്ലാവർക്കും കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വന്ന ചോറ് എല്ലാവരും കൂടി ഒത്തൊരുമയോടെ ഒന്നിച്ചിരുന്നു കഴിച്ചതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കണ്ട എല്ലാവരോടും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ, എല്ലാവരും ഫുഡ് അടിച്ച് തിരിച്ച് പോവാണ്. എല്ലാം നമ്മളാക്കില്ല തെറ്റാല. എടാ ഇതാ പരിപാടി, അല്ലാണ്ട് കുറെ ബാറയിൽ ഇരുന്നിട്ട് വെറുതെ ഡയലോഗ് അടിക്കുന്ന എല്ലാ പരിപാടി. ഇതാ പരിപാടി.